നിങ്ങളിങ്ങനെ ഓരോ നീക്കവും നടത്തിക്കൊണ്ടിരുന്നോ? പക്ഷെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെ അടിച്ചതിന് എനിക്ക് അവക്ക് തിരിച്ചടി കൊടുത്തേ മതിയാവും. നീ എന്ത് ചെയ്യാൻ പോകുന്നു? വിശ്വനാഥൻ കോളനിയിലെ ആൾക്കാരെ കൊണ്ട് ഞാൻ അവളെ അടിച്ചു പുറത്താക്കാൻ പോകുന്നു. അമ്മേ, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ. എടാ, അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അവളും പാർവതിയും കൂടി അടിച്ച് ചാവുന്നെങ്കിൽ ചാവട്ടെ. ആര് ചത്താലും ലാഭം നമുക്കല്ലേടാ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ ഹലോ അമ്മേ, ഇത് ഞാനാ പാർവതി. മോളെ പാറു, നീ എവിടെയാ മോളെ? ഇത് ആരുടെ നമ്പറാ? അയലത്തെ വീട്ടിലെ ഒരു ചേച്ചിയുടെ നമ്പറാ അമ്മേ. അമ്മയ്ക്ക് സുഖാണോ? എന്റെ സുഖക്ക് അവിടെ നിക്കട്ടെ, നീ നിന്റെ കാര്യം പറയേ. എന്റെ കാര്യം എന്താ? പല്ലവി എന്നെ വിളിച്ചിരുന്നു. അവിടെ നടന്ന സകലതും അവൾ എന്നോട് പറഞ്ഞു. ഓ, അവളതൊക്കെ പറഞ്ഞോ? നീയും വിശാലും എന്തിനാ ആ സ്വന്തം വീടൊക്കെ ഉപേക്ഷിച്ചു പോയത്? ഒന്നുമില്ല, എല്ലാം അവർക്കൊക്കെ കൊടുക്കാന്നങ്ങ് തീരുമാനിച്ചു. അത് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത്രയുണ്ടോ അമ്മേ? ഇതൊക്കെ പല്ലവിയുടെ എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചതാ. നാഗദോഷത്തിന് പരിഹാരം കാണാതെയല്ലേ അവര് ശാന്തി മുഹൂർത്തം നടത്തിയത്. അപ്പൊ പിന്നെ അതിന്റെ ദുരിതങ്ങളൊക്കെ നീ തന്നെയല്ല അനുഭവിക്കേണ്ടി വരുന്നത്. അത് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്തുകൊണ്ട് അവള് ശാന്തി മുഹൂർത്തം തടഞ്ഞില്ല? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം അമ്മേ? മോളെ, ഇങ്ങനൊരു അവസ്ഥ വന്നിട്ട് നിനക്ക് എങ്ങനെ സമാധാനിക്കാൻ കഴിയുന്നേ? ജീവന് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ അമ്മേ. നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ല, നീ ഇപ്പൊ എവിടെ താമസിക്കുന്നേ? ദേവമ്മയുടെ അച്ഛന്റെ പേരിലുള്ള വിശ്വനാഥൻ കോളനിയിലാണമ്മേ. വിശാൽ മോനോ? കുഴപ്പമൊന്നുമില്ല. സാറും ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിന്നെ ഒന്ന് കാണാനോ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കാനോ പറ്റാത്തതിന്റെ വിഷമത്തിലിരിക്കായിരുന്നു ഞാൻ. ഇപ്പോ ആ വിഷമമൊക്കെ മാറിയില്ലേ? എന്തായാലും എന്റെ നമ്പറിൽ വിളിച്ച കിട്ടില്ല. ആ ഫോണിപ്പോ എന്റെ കയ്യിലില്ല. അതുകൊണ്ട് അമ്മ ഈ നമ്പറിലേക്ക് വിളിച്ചാ മതി. ശരി, ഞാൻ ഇതിൽ വിളിക്കാം. പിന്നെ മോളെ, മുത്തശ്ശൻ ഒരു കാര്യം പറഞ്ഞു. പല്ലവി ഇപ്പൊ ഗർഭിണിയായ അവള് പ്രസവിക്കുന്ന കുഞ്ഞിന് സർപ്പ സ്വഭാവം ഉണ്ടാവുമെന്ന്. ആ കുഞ്ഞു കാരണം നിനക്കും ദോഷം ഉണ്ടാവൂന്ന്. വിധി അതാണെങ്കിൽ അത് അനുഭവിച്ചല്ലേ അമ്മേ മതിയാവും. എനിക്കിപ്പോ ഒന്നിനെയും ഒരു പേടിയില്ല. ഞാൻ എന്തു പറയാനാ? ഇത് നിനക്കും വിശാലിനും കൊള്ളില്ലാത്ത കാല. പക്ഷെ ഈ വിധിയൊക്കെ കുറച്ചു കഴിയുമ്പോ മാറും. അതുവരെ നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കഴിയണം. ശരി അമ്മേ, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഉദയനൂരമ്മ എനിക്ക് തുണയുണ്ടാവും. അമ്മ ഫോൺ വെച്ചോ, ഞാൻ പിന്നീട് വിളിക്കാം. ഈ ഫോണ് ചേച്ചിക്ക് തിരിച്ചു കൊടുക്കാനുള്ള നേരായി. ഞാനത് കൊടുക്കട്ടെ?
ചെയ്തതുപോലെ വാട്ടർ ടാങ്കിൽ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നിന്റെ കയ്യിലാ. ടാങ്കിൽ വിഷം കലർത്തിയത് പാർവതിയാണെന്ന് നീ ഈ കോളനിയിലെ മുഴുവൻ പ്രചരിപ്പിക്കണം. മനസ്സിലായോ? ഓക്കെ. പാർവതിയുടെ കഥ ഇതോടെ കഴിയും. ടാങ്കിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നവർക്ക് വിഷബാധയുണ്ടാവും. ആ വിഷബാധ പാർവതി കാരണമാണ് ഉണ്ടായതെന്ന് അറിയുമ്പോ കോളനിക്കാരെല്ലാവരും ചേർന്ന് അവളെ ഇവിടുന്ന് അടിച്ചോടിക്കും. നീയല്ലേടി ആ വാട്ടർ ടാങ്കില് എന്തോ മരുന്ന് കലർത്തിയത്? മരുന്നോ? എന്ത് മരുന്ന്? അത് നിനക്കറിയില്ല? പറയടി, നീ എന്തിനാ വാട്ടർ ടാങ്കില് മരുന്ന് കലർത്തിയത്? എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? അതെ, ആരും ആ പൈപ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിച്ചു പോരുത്, ചത്തുപോകും. എടോ, ഇങ്ങനെ നിന്ന് പുലമ്പാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. ദേ, ഈ പെണ്ണ് ആ വാട്ടർ ടാങ്കിൽ എന്തോ മരുന്ന് കലർത്തി. ഞാനതെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എടോ, നാവിനെ എല്ലില്ലാന്ന് കരുതി എന്തും വിളിച്ചു പറയരുത്. ഈ നിൽക്കുന്നത് ആരാണെന്ന് തനിക്കറിയാവോ? ഇത് ഞങ്ങളുടെ മേഡം. മേഡത്തിന് വെള്ളത്തില് മരുന്ന് കലർത്തേണ്ട ആവശ്യമില്ല. മേഡം എന്തിനാ അത് ചെയ്യുന്നത്? എടോ, താനാരാ? തനിക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ? എന്താ ഉണ്ടായത്? അതെ, ഈ സ്ത്രീയല്ലേ ഷാള് കൊണ്ട് മുഖം മറച്ചു വന്ന് ആ വാട്ടർ ടാങ്കിൽ മരുന്ന് കലർത്തുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മുഖം മറച്ചിരുന്നെങ്കിലും ആ ആളിനെ ഞാൻ വ്യക്തമായി കണ്ടു. പക്ഷേ ഞാൻ ഇവരോട് ഇത് പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിക്കുന്നില്ല. ഏയ്, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അതുല്യ പ്രതിഭയ്ക്കരികിലേക്ക് മഹാനടൻ. പലപ്പോഴും ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടുന്നില്ല. സി കേരളം എക്സ്ക്ലൂസീവ്. ഒരു പരിചയക്കാരൻ എന്ന് പറയാനെന്ന് ജനാർദ്ദൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഈറനണിഞ്ഞ് കണ്ഠമിടറി മമ്മുക്ക. മറ്റുള്ളവരോട് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ആത്മധൈര്യം. സി കേരളം കുടുംബം അവാർഡ് ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. ഇതിനകത്ത് വെള്ളമില്ലല്ലോ. സാരമില്ല, കുറച്ച് വെള്ളം കിട്ടിയല്ലോ. ഞാനിത് കുടിച്ച് കാണിക്കാം.
പാർവതി കണ്ണു തുറക്ക്. പാർവതി എന്താ പറ്റിയേ? പാർവതി സാറേ, സാർ വിഷമിക്കണ്ട. മാഡം സാർ, വാ. അതെന്താണ് ടാങ്കിൽ നിന്ന് വെള്ളം വരാത്തത്? ആ, ഇയാള് കോർപ്പറേഷനിലെ ജോലിക്കാരനാണല്ലോ. ഇയാളോട് ചോദിച്ചാൽ വെള്ളം വരാത്തതിന്റെ കാരണം അറിയാം. ചേട്ടാ, ഇന്നെന്താ പൈപ്പിൽ വെള്ളം വരാത്തത്? ഇന്ന് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് ടാങ്കിൽ വെള്ളം നിറച്ചിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളം വരാത്തത്. പ്രിയ മേഡത്തിന്റെ പണി പാളി. വെള്ളമില്ലാത്ത ടാങ്കിൽ വിഷം കലർത്തിയിട്ട് എന്താ കാര്യം? ഓ, പ്രിയ മേഡം ആണല്ലോ. ഹലോ മേഡം. ആ, വെള്ളം കുടിച്ചിട്ട് ആർക്കെങ്കിലും എന്തേലും പറ്റിയോ? ഇല്ല മേഡം, ഒന്നും പറ്റിയില്ല. ആർക്കൊന്നും പറ്റിയില്ലേ? ഇല്ല മേഡം, ഇന്ന് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഒഴിഞ്ഞ ടാങ്കിലാ മേഡം വിഷം കലർത്തിയത്. ആ, അപ്പൊ പിന്നെ അവിടെ എന്താ നടന്നേ? പാർവതി നിലത്ത് വീഴുന്ന കണ്ടല്ലോ. എന്താ സംഭവം? പാർവതി താനേ മയങ്ങി വീണതാ മേഡം. ആ കൊച്ചി ഗർഭിണിയാ. പാർവതി ഗർഭിണിയാണെന്നോ? അതെ മേഡം. ആ, ശരി, താൻ ഫോൺ വെക്കേ, ഞാൻ വിളിക്കാം. ആ, ശരി മേഡം. പോയ കാര്യം എന്തായി? നിങ്ങളെന്താ ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ മുഖത്തോട് മുഖം നോക്കി മിണ്ടാതെ നിൽക്കുന്നേ? എടാ, അവിടെ എന്താ നടന്നതെന്ന്? ഒന്നും നടന്നില്ല. ഒന്നും നടന്നില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ അവിടേക്ക് പോയത്? കോളനിയിലെ ആൾക്കാരെ കൊണ്ട് പാർവതി അവിടുന്ന് അടിച്ചോടിക്കാവെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇവിടുന്ന് പോയത്? അവിടെ എത്തിയപ്പോ എന്താ, റിയയ്ക്ക് പാർവതിയോടുള്ള വിരോധമൊക്കെ അങ്ങ് തീർന്നോ? അവളോടുള്ള വിരോധം തീരാനോ? എന്നെ തല്ലി അവളോട് പകരം വീട്ടാതെ ഞാൻ അടങ്ങില്ല. എങ്കി പിന്നെ ഇന്ന് എന്തുകൊണ്ട് പകരം വീട്ടിയില്ല? വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയിട്ട് അത് പാർവതി ചെയ്തതാണെന്ന് വരുത്തി തീർത്ത് അതും പറഞ്ഞ് അവളെ ആ കോളനിന്ന് കെട്ടിക്കാന്നും പറഞ്ഞില്ലേ നിങ്ങൾ ഇവിടുന്ന് പോയത്? എന്തേ, ആ പ്ലാൻ വർക്ക്ഔട്ട് ആയില്ലേ? അത് കേട്ടാലേ അമ്മ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പും. വിനയ്, എടാ ദേവ്, ഇത് നീ നടന്ന കാര്യം ഒന്ന് പറയൂ. അതമ്മേ, റിയക്കൊരു അബദ്ധം പറ്റി. ഇവള് മരുന്ന് കലർത്തിയതേ വെള്ളമില്ലാത്ത ടാങ്കിലായിരുന്നു. ആ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിലേക്ക് വരുന്ന വെള്ളം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതറിയാതെ റിയ വാട്ടർ ടാങ്കിൽ പൊടിയിട്ടത്. വെള്ളമില്ലാത്ത ടാങ്കിൽ പൊടിയിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അയ്യോ, അത് വലിയ ഫ്ലോപ്പായി പോയല്ലോ.
അതെ, അധികാരം ചിരിക്കൊന്നും വേണ്ട. ഞാൻ ചെറുതായിട്ടൊന്ന് പരാജയപ്പെട്ടു എന്നല്ലേ ഉള്ളൂ. പക്ഷേ ആന്റിക്ക് വലിയൊരു പരാജയം സംഭവിക്കാൻ പോവാ. നീ എന്താ പറഞ്ഞത്? എനിക്ക് പരാജയം സംഭവിക്കാൻ പോവാന്നോ? വിനയ്, നീ ഇത് ആന്റിയോട് പറഞ്ഞില്ലേ? അതല്ലേ ആദ്യം പറയേണ്ടത്. എന്താ എന്താ സംഗതി? നിങ്ങളൊന്ന് തെളിച്ചു പറയൂ. ആന്റി മുത്തശ്ശിയാവാൻ പോവുകയാണെന്ന്. ഇപ്പോഴും പിടിയിട്ടില്ല? നമ്മുടെ പാർവതി ഗർഭിണിയായി. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? പറഞ്ഞു കൊടുക്ക് വിനയ്. അമ്മേ, അത് സാറേ, സാർ വിഷമിക്കണ്ട. മാഡം ഗർഭിണിയാണ്. ഇല്ല, അതൊരിക്കലും സംഭവിക്കരുത്. അത് ഓൾറെഡി സംഭവിച്ചല്ലോ. ഇനി സംഭവിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവളുടെ ഗർഭമൊക്കെ അമ്മേ, അവളുടെ ഗർഭം നമുക്ക് ആഘോഷിക്കണ്ടേ? ഈ വീട്ടിൽ അവളല്ലേ ആദ്യമായിട്ട് ഗർഭിണിയായത്. അവൾക്കല്ലേ ഭാഗ്യം ഉണ്ടായത്. അപ്പൊ നമ്മളത് ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. അമ്മേ, ആരാ ഗർഭിണി? ആരുടെ കാര്യം നിങ്ങളീ പറയുന്നേ? മോളെ, പാർവതി ഗർഭിണിയായി. ഇല്ല, ഈ പ്രഭാവതി അതിന് അനുവദിക്കില്ല. 10 മാസം പാർവതി ആ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കില്ല. അതിനു മുൻപ് ആ കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ചിരിക്കും. ഈശ്വരന്മാരെ, പാർവതിയും വിശാൽ ബ്രോയും എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് മുതൽ ദേ ഈ നിമിഷം വരെ ഞാൻ വലിയ വിഷമത്തിലായിരുന്നു. ഒന്നിനും ഒരു കുറവുമില്ലാതെ ജീവിച്ചിരുന്നവരാ സ്വയം കഷ്ടതകൾ സ്വീകരിച്ചത്. അതെനിക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. എനിക്ക് മാത്രമല്ല, ഇവിടെ അച്ഛനും വിപിനും എല്ലാവർക്കും എന്റെ അതേ അവസ്ഥയായിരുന്നു. ഞങ്ങളുടെ ആ തീരാ ദുഃഖത്തിനിടയിൽ ഭഗവാൻ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സന്തോഷമാണ് ഞാനിപ്പോ അറിഞ്ഞത്. പാർവതിയും വിശാൽ ബ്രോയും അച്ഛനമ്മമാരാവാൻ പോകുന്നു. ഈ കുടുംബത്തിൽ ഒരു അനന്തരാവകാശി പിറക്കാൻ പോകുന്നു. അച്ഛാ, എന്താ മോളെ? അച്ഛനൊന്ന് വാ തുറന്നേ. എന്താ കാര്യം? വാ തുറക്ക്.